കമ്പനിയിലാണോ ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത്? ഈശ്വരാ, എത്രയാ ചേട്ടാ? 200. ശരി മോളെ. നമുക്കിടയിൽ ഇങ്ങനൊരു സീക്രട്ടുള്ള കാര്യം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് രമ്യ. മനസ്സിലായല്ലോ? ശരി. അത് പിന്നെ എനിക്കറിയില്ലേ, പ്രിയ ഹീറോ ഇല്ലേ? പ്രിയം പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോ? ഞാൻ ആരോടും പറയില്ല. ഏത് നേരത്തും പെണ്ണുങ്ങളുടെ കൂടെ തന്നെ ആണല്ലോ. ഇങ്ങനൊരു വായി നോക്കി. പിന്നെ കാണാം, വിളിക്കണേ. സമയം എത്രയായിട്ടും പാർവതിയെ കാണുന്നില്ലല്ലോ. എത്തിയല്ലോ. നിക്ക്. ആരെ കാണാനാ? ഞാനിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാ. ആരുടെ കെയർ ഓഫില്? ചേട്ടാ ഇങ്ങോട്ടേക്ക്. പ്രിയന്റെ ആളാണോ? എന്നാ പൊയ്ക്കോളൂ. അവിടെ മാർഗല്ലേ? ഈ സ്ഥലം കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലേ? ഹോസ്റ്റലിൽ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. പക്ഷേ നിനക്കത് ഇഷ്ടമല്ലല്ലോ. ഈ സ്ഥലം കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ശരി ശരി ശരി, അത് വിട്. ഞാൻ ഈ ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞുതരാം. ഈ ഫാക്ടറിയിൽ മൊത്തം 3 സെക്ഷനാ ഉള്ളത്. ഗോഡൌൺ, പ്രൊഡക്ഷൻ യൂണിറ്റ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ. പ്രൊഡക്ഷൻ സെക്ഷനിലാണ് നീ ജോലി ചെയ്യാൻ പോകുന്നത്. നീ മാത്രമല്ല, ഞാനും. പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാനുള്ള പഠിപ്പൊക്കെ എനിക്കുണ്ട്. നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ചോദിച്ചത്. ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്താണെന്നറിയോ? കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ഥലം. നമ്മുടെ ഈ ശമ്പളമൊക്കെ തരുന്നത് അവിടെ വെച്ചിട്ട്. ആ ഭാഗത്തേക്ക് അവര് വിളിക്കാതെ നമ്മൾ പോവാനേ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ എപ്പോഴും ഇതുപോലുള്ള ഡ്രസ്സാണോ ഇടാറ്? നന്നായിട്ട് ചേരുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വാ പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വരികയാണല്ലേ? ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല കമ്പനി ഇതാ. ഇവിടെ എന്റെ കെയർ ഓഫിൽ വരാൻ കഴിഞ്ഞത് കുട്ടിയുടെ ഭാഗ്യ. അതാ എനിക്ക് പറ്റിയ അബദ്ധം തോന്നുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നതിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വാ, നമുക്ക് സെക്ഷനിലേക്ക് പോവാം. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? തരം കിട്ടിയ പെണ്ണുങ്ങളെ കേറി പിടിക്കാൻ നടക്കോ തെമ്മാടി? പേടിച്ചു പോയോ? നീയല്ലേ കൂടെ ഉള്ളത്, പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. വാ. എഴുതി. സാവിത്രേച്ചി, ഷർട്ടിന്റെ തുണിയാണേ, ഹാഫ് കയ്യ. ചേട്ടാ 5 പീസ് ഉണ്ട്. അടുത്ത ആൾ വന്നു. ജയന്തിക്ക് ഇതിൽ നിന്നൊരു 10 പീസ് എക്സ്ട്രാ കൊടുത്താ കണക്കില് മിസ്റ്റേക്ക് വല്ലതും വരുമോ? ഇല്ല സർ. എന്തിനായിട്ട് എന്നെ സൗസ് എന്ന് വിളിക്കുന്നേ? എന്റെ പേര് സൗന്ദര്യം എന്നാണെന്ന് ചേട്ടൻ അറിയാലോ. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. നല്ല ചൂടിലാണല്ലോ. നിനക്ക് ദേഷ്യം വരുമല്ലേ? നീ ഇന്നലെ എന്താ ചെയ്തേ ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോഴേ ഇതിന്റെ 10 ഇരട്ടി എനിക്ക് ദേഷ്യം വന്നതാ. ഇന്നലെ ഞാൻ എന്ത് ചെയ്ത്? ഓർത്തു നോക്ക്.
ഞാനും നാ, ഇത് നിനക്കല്ല ജയന്തിക്ക് കൊടുക്കണം. കൊടുക്കാം കൊടുക്കാം. നാ, ഇത് നിനക്ക്. നിന്ന് നിന്ന്. ഒരു 10 പീസ് കൂടെ ഉണ്ട്. എന്തിനാ? നീ ഇന്നലെ ഒരു 10 പീസ് ബാലൻസ് വെച്ചു, ഓർമ്മയില്ലേ? ഇന്ന് അതുകൂടി ഫിനിഷ് ചെയ്യണം. ഇന്നലെ ബാലൻസ് ഉണ്ടായിരുന്നോ? നിനക്കൊന്നും ഓർമ്മയുണ്ടാവൂലല്ലോ അല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു മറവി? ദേ, ഇതിന്റെ കൈതുന്നാൻ മറന്നു പോരുത്. എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ആ ചേട്ടാ, എന്തു തുന്നാൻ മറക്കണ്ടെന്നാ പറഞ്ഞേ? കഴുത്തല്ലേ? കഴുത്തല്ല, തല. ഓ, തല. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. എടി പോത്തെ, കൈ. ഓ, കൈ. കൈ കൈ കൈ. ഇങ്ങനെ ഓർമ്മയും ബോധമൊന്നും ഇല്ലാത്തതിനെ മേയ്ക്കുന്നത് ചില്ലറ പണിയൊന്നുമല്ല. അതെ, മോഹനേട്ടൻ തരാൻ പറഞ്ഞതാ. ഇനി ഇതാ നമ്മുടെ രണ്ടുപേരുടെയും ലോകം. നമ്മള് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ശരി അമ്മോ, എന്തൊരു നോട്ടത്. വാ. ആ മോഹൻ, നീ എന്താ ലേറ്റായത്? ഞാൻ നേരത്തെ വന്നതാ. താഴെ ദേ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ആരായത്? രാജു ചേട്ടൻ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് അയച്ച കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ, ഓർമ്മയുണ്ട്. എന്താ പേര്? പാർവതി. പാർവതി, ഇത് മോഹൻ, ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ക്വാളിറ്റി മാനേജറാ. കാണുന്ന പോലെയൊന്നുമല്ല, ആളും മിടുക്കനാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇയാളുടെ ചങ്ങാതിയാ. അപ്പൊ സ്വഭാവത്തിന്റെ കാര്യം പറയണ്ട, നല്ല വായി നോക്കിയായിരിക്കും. എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എഴുതിയിട്ടുണ്ട് സർ. വാ. ബാക്കിയും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ എഴുതായിരുന്നു. ഇത് രാജേശ്വരി ചേച്ചി. ചേച്ചി, ഇത് പുതുതായിട്ട് ജോലിക്ക് വന്ന കുട്ടിയാ, പാർവതി. ആ, ഇത് രമണി, ഇവിടുത്തെ ഏറ്റവും ജൂനിയറാ. ഹായ്. ഹായ്. ഇത് നിഷ ചേച്ചി, ഇത് ഉഷ ചേച്ചി. നിഷ ചേച്ചി, ഇതിവിടെ പുതുതായിട്ട് ജോലിക്ക് വന്ന കുട്ടിയാ, പാർവതി. എടി ഉഷേ, പ്രിയൻ രമ്യെ തേച്ചിട്ട് ഒരു ദിവസം പോലും ആയില്ല. അതിനു മുമ്പ് വേറൊരുത്തി സെറ്റാക്കിയല്ലോ. കുറച്ചുകൂടെ തൊലിവെളുപ്പുള്ളവളെ കിട്ടിയപ്പോ രമ്യെ വിട്ടു. അവനെ പോലുള്ളവര് ചിരിച്ചു കാണിക്കുമ്പോ പെൺകുട്ടികൾ മയങ്ങി പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് അത്ഭുതം. കണ്ടാൽ അറിയില്ലേ, നാട്ടിൻപുറത്തുകാരിയാ. പെണ്ണവന്റെ പകിട്ടിലും പത്രാസിലും വീണുപോയതായിരിക്കും. എന്താ ഇവിടെ തന്നെ നിന്നാളഞ്ഞേ? വാ.